Hello everyone, welcome back to Crochet Mama YouTube channel. കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇന്നൊരു അമിഗുരുമി പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അമിഗുരുമി ചിക്ക് ഡോളാണ്. വെൽവെറ്റ് യാണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. വെൽവെറ്റ് യാണാണ്ട് ആയതുകൊണ്ട് സ്റ്റിച്ചസ് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ള മാത്രം നോക്കിയാൽ മതി. ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കളർ വെൽവെറ്റ് യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് 5mm ക്രോഷേ ഹുക്കുമാണ് വേണ്ടത് കേട്ടോ. കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ എവിടെയും സ്പീഡ് കൂട്ടിയിട്ടില്ല, വളരെ സ്ലോ ആയിട്ട് എൻ്റെ നോർമൽ സ്പീഡിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ബോഡി പോർഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. യെല്ലോ കളർ എടുക്കാം, നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത 2 കളർ കോമ്പിനേഷനാണ് വേറെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മാക്സിമം വെൽവെറ്റ് യാണെന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റിച്ചസിൻ്റെ പേര് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല, അത് ഞാൻ മുന്നേ കുറേ വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മാജിക് റിങ്ങും. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 8 സിംഗിൾ ക്രോഷിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർ ടൈറ്റ് ആവാതെയും ഓവർ ലൂസ് ആവാതെയും ശ്രദ്ധിക്കണം. വെൽവെറ്റിയാണ് വെച്ചിട്ട് ഫസ്റ്റ് മാജിക് റിങ് ചെയ്യുന്നത് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ റിങ് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഭാഗം നല്ല ടൈറ്റിൽ ചെയ്യരുത് കേട്ടോ. നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ടെയിലിൻ്റെ വലിക്കുമ്പോൾ ആ റിങ് ക്ലോസ് ആവില്ല. അപ്പോൾ അതാണ് വെൽവെറ്റിയാനോട് ചെയ്യുമ്പോൾ മാജിക് റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നല്ല ലൂസായി കഴിഞ്ഞാൽ ഗ്യാപ്പും വരും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 8 സിംഗിൾ ക്രോഷ്യ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ മെല്ലെ മെല്ലെ ടെയിലൻ്റ് വലിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് വൃത്തിയിൽ അത് ക്ലോസ് ചെയ്ത് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഫുൾ ഇൻക്രീസ് റൗണ്ടാണ്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുക. ഞാൻ എപ്പോഴും അമിഗുരുമിയിൽ സ്റ്റിച്ച് മാർക്കറായിട്ട് ടെയിലൻ്റാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നോർമൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് മാർക്കർ തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് റൗണ്ടിൽ 8 സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 16 സ്റ്റിച്ചസ് ഉണ്ടാവും. കൗണ്ട് ചെയ്ത് നോക്കുക. അമിഗുരുമിയിലും ക്രോഷ്യയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റിച്ച് കൗണ്ടാണ്. മാക്സിമം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. മെല്ലെ ചെയ്താൽ മതി. ധൃതി പിടിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അമിഗുരുമിയിൽ അതിൻ്റെ പാറ്റേൺ എഫക്റ്റ് ചെയ്യും. ഭയങ്കര ആസ്വദിച്ച് മെല്ലെ മെല്ലെ കൗണ്ട് ചെയ്ത് ചെയ്തെടുക്കുക കേട്ടോ. ക്രോഷ്യനെക്കാട്ടിലും കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതാണ് അമിഗുരുമി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ. കാരണം ക്രോഷ്യനെക്കാട്ടിലും കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതലാണ് അമിഗുരുമി പ്രൊഡക്ട്സ് വരും. അമിഗുരുമി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ എപ്പോഴും ഫസ്റ്റ് വലിയ പ്രൊഡക്റ്റ് ചെയ്യാതെ ഇതുപോലെ ചെറിയ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആവട്ടോ. എന്നിട്ട് വലിയ പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്തു. റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 16 സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് എണ്ണി നോക്കുക. എണ്ണി നോക്കിയതിന് ശേഷം മാത്രം റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. റൗണ്ട് 3 എന്ന് പറയുമ്പോൾ 1 സിംഗിൾ ക്രോഷ്യ സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് റൗണ്ട് 3 എന്ന് പറയുമ്പോൾ. റൗണ്ട് 3 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 24 സ്റ്റിച്ചസ് വേണം. അപ്പോൾ എണ്ണി തന്നെ ചെയ്യുക കേട്ടോ. 1 ഇൻക്രീസ് 1 ഇൻക്രീസ് 1 ഇൻക്രീസ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെയ്തെടുക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം പറയണം കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനും ടൈം എടുത്ത് അതുപോലെ എഡിറ്റ് ചെയ്യാനും ടൈം എടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ലോ ആയിട്ട് കാണാനാണ് ആഗ്രഹം, അതല്ല സ്പീഡപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തീരുന്ന വീഡിയോ ആണോ ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ. അപ്പം നിങ്ങളുടെ ലാസ്റ്റ് ഞാനൊരു ഹാർട്ടിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർട്ടിൻ്റെ കോസ്റ്റർ പാറ്റേൺ. അപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് കുറേ പേർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മെല്ലെ കാണിക്കുമെന്ന് കുറേ വട്ടം കമൻറ്റ് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ടൈം എടുത്ത് എഡിറ്റ് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെല്ലെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും നോക്കും. അപ്പോൾ പാറ്റേൺ ചെയ്യുമ്പോൾ മറന്നു പോയരുത്. 1 ഇൻക്രീസ് 1 ഇൻക്രീസ് 8 ടൈംസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അത് ഇതിൻ്റെ കൂടെ തന്നെ എണ്ണി ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് കൗണ്ട് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കൗണ്ട് എണ്ണി നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വെൽവെറ്റിയാണ് ബിഗിനർ ഫ്രണ്ട്ലി ആണല്ല. അപ്പോൾ സ്റ്റിച്ചസ് ഇങ്ങനെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, ചെയ്യാൻ പറ്റൂല എന്നുമില്ല. പക്ഷേ സ്റ്റിച്ചസ് എണ്ണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു യാണാണ് വെൽവെറ്റിയാന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എണ്ണി ചെയ്താൽ മതി. ഇൻക്രീസ് ആണോ ഇട്ടത് അതോ ഒരു സിംഗിൾ ക്രോഷ്യാണ് ഇട്ടത് എന്നുള്ളത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ 1-2 വട്ടം എനിക്ക് തെറ്റിയിട്ടുണ്ട്. അത് കരുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തയാണോന്നൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി യാണിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യാണല്ല, പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്നതും ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ 3rd റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3rd റൗണ്ട് എന്ന് പറയുന്നത് 1 ഇൻക്രീസ് എന്ന റൗണ്ടാണ് കേട്ടോ. 8 ടൈംസ് ആണ് 1 ഇൻക്രീസ് എന്ന പാറ്റേൺ റിപ്പീറ്റ് ചെയ്തത്. റൗണ്ട് 3 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ റൗണ്ട് 4 ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു 24 സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യും. അപ്പോൾ ഓരോന്നിലും 1 മാത്രം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ 1 2 3 4 5 അങ്ങനെ എണ്ണി പോവാം കേട്ടോ. ഓരോന്നിലും ഓരോ സ്റ്റിച്ചസ് മാത്രമായിട്ട് ഇങ്ങനെ പോവാം. റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 24 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടുക. റൗണ്ട് 4 ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. ലാസ്റ്റിലേക്ക് എത്തി. എനിക്ക് 23rd സ്റ്റിച്ച് ചെയ്തു, 24th സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി റൗണ്ട് 4 കംപ്ലീറ്റ് ആയി. എല്ലാ സ്റ്റിച്ചിലും ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്തത്. നെക്സ്റ്റ് റൗണ്ട് 5 ആണ്. റൗണ്ട് 5ന്റെ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്നത് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യും. 1 2 3. നെക്സ്റ്റ് 4th സ്റ്റിച്ചിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. 1 2 3 ഇൻക്രീസ്. അപ്പോൾ ലാസ്റ്റ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 30 സ്റ്റിച്ചസ് ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന സ്റ്റിച്ച് പാറ്റേൺ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് സെറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 5ന്റെ ലാസ്റ്റ് സെറ്റ് ആയിട്ടുള്ള 1 2 നെക്സ്റ്റ് 3rd സിംഗിൾ ക്രോഷ്യ. ഇനി ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യും. അതോടുകൂടി 6 സെറ്റും കംപ്ലീറ്റ് ആയി. റൗണ്ട് 5 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. കൗണ്ട് ചെയ്ത് നോക്കുക 30 സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് 6 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. റൗണ്ട് 6 എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷ്യ ടു 30 സ്റ്റിച്ചസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ സ്റ്റിച്ചിലും എണ്ണി ചെയ്യുക. 1 2 3 4 5 അങ്ങനെ 30 സ്റ്റിച്ചസ് വരെ എണ്ണി ചെയ്യുക കേട്ടോ.
ഒന്നില്ലെങ്കിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് എണ്ണ എടുക്കാം, അല്ലെങ്കിൽ ചെയ്തു പോകുന്നതിൻ്റെ കൂടെ തന്നെ 1 2 3 എന്ന് എണ്ണ എടുക്കാം കേട്ടോ. എന്നാലും റൗണ്ട് 6 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30 സ്റ്റിച്ചസ് ആണ് കിട്ടേണ്ടത്. ഇൻക്രീസോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യലോ ചെയ്യാൻ പാടില്ല, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ റൗണ്ട് 6 കംപ്ലീറ്റ് ചെയ്യാനായി ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കറിന്റെ അവിടേക്ക് എത്തി തുടങ്ങി കേട്ടോ. 30th സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, റൗണ്ട് 6 ഫുൾ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഷേപ്പ് നോക്ക്, നമുക്ക് ചിക്കിന്റെ ഷേപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് 7 ആണ്. റൗണ്ട് 7 എന്ന് പറയുന്നത് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 4 സ്റ്റിച്ചസിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യും, 5th സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഒരു പാറ്റേൺ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചസ് ഉണ്ടാവും. ഈ ഒരു 4th സ്റ്റിച്ചിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ 5 മോർ സെറ്റ് ചെയ്യണം. ടോട്ടലി 36 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ റൗണ്ട് 7 കംപ്ലീറ്റ് ആവാറായി. ലാസ്റ്റ് സെറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് സെറ്റ് വരുമ്പോൾ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പൊ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ 36 സ്റ്റിച്ചസ് ഉണ്ടാവും. കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. 36 സ്റ്റിച്ചസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് റൗണ്ട് 8 സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത് നോക്കാം, അവിടെ അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ. റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി റൗണ്ട് 8 സ്റ്റാർട്ട് ചെയ്യാണ്. റൗണ്ട് 8 മുതൽ റൗണ്ട് 11 വരെ 1 സിംഗിൾ ക്രോഷ്യ ടു 36 സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 4 റൗണ്ട് ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ റൗണ്ട് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ചെയ്യാൻ, കാരണം ഇൻക്രീസും ഡിക്രീസും ഒന്നും വരുന്നില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ സ്റ്റിച്ച് ഇട്ട് പോയിട്ടുണ്ടോ അതല്ല ഏതെങ്കിലും സ്റ്റിച്ച് വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് ഇട്ട് പോകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് 36 സ്റ്റിച്ചസ് കിട്ടും കേട്ടോ.
ഈ 4 റൗണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. ആ 4 റൗണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. റൗണ്ട് 11 വരെ കംപ്ലീറ്റ് ആക്കി. കറക്റ്റ് നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. ലാസ്റ്റ് ഇൻക്രീസ് റൗണ്ടിൻ്റെ അവിടുന്ന് മുതൽ 1 2 3 4 റൗണ്ട്സ് ഓഫ് 1 സിംഗിൾ ക്രോഷേ ടു 36 സ്റ്റിച്ചസ് ആണ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ചിക്കിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആവാറായി. ഇൻക്രീസ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഇനി റൗണ്ട് 12 മുതൽ ഡിക്രീസ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സ്റ്റിച്ച് മാർക്കറൊക്കെ മാറ്റി കൊടുക്കണം എന്നുള്ളവർക്ക് മാറ്റി കൊടുക്കാം. നോർമൽ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റൗണ്ടിലും വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യാണ്. റൗണ്ട് 12 ആണ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 12ന്റെ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്നത് 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. 1 2 3 4. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യും. ഇൻവിസിബിൾ ഡിക്രീസ് ആണ് അമിഗുറുമി പാറ്റേൺസിലൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിനെ സെലക്ട് ചെയ്യും, സെക്കൻഡ് ലൂപ്പിനെ സെലക്ട് ചെയ്യും, രണ്ടിലൂടെയും യാൺ ഓവർ ചെയ്തെടുത്ത് ക്ലോസ് ചെയ്യും. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ്. അപ്പോൾ ഇതുപോലെയാണ് ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 6 ടൈംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഡിക്രീസ് വരും. 6 ഡിക്രീസ് വന്നതുകൊണ്ട് 30 സ്റ്റിച്ചസ് ആണ് റൗണ്ട് 12 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക കേട്ടോ. എണ്ണി ചെയ്യുക. ഈ ഒരു വെൽവെറ്റ് ആണോണ്ട് ഡിക്രീസ് സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്താൽ മതി ഈ ഒരു റൗണ്ട് കേട്ടോ. മെല്ലെ ചെയ്താൽ മതി. കറക്റ്റ് ഡിക്രീസ് വന്നാൽ മാത്രമാണ് ഈ റൗണ്ടിലെ ഷേപ്പ് ഫോം ചെയ്ത് തുടങ്ങുക. ഡിക്രീസ് റൗണ്ടിന്റെ ലാസ്റ്റ് സെറ്റ് ആണ് ചെയ്യുന്നത്. 1 2 3 4 സിംഗിൾ ക്രോഷേ ആയി. ലാസ്റ്റ് 2 സ്റ്റിച്ച് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന 6 സെറ്റ് കംപ്ലീറ്റ് ആയി. 30 സ്റ്റിച്ചസ് ആണ് കേട്ടോ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഡിക്രീസ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 3 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. 1 2 3 ഡിക്രീസ്. ഇതുപോലെ 6 ടൈംസ് ചെയ്യണം. ഒരു സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി 5 സെറ്റും കൂടി ബാക്കിയുണ്ട്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 24 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക കേട്ടോ. ഈ റൗണ്ടിലും 6 ടൈംസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് 6 സ്റ്റിച്ച് കൗണ്ട് കുറവായിരിക്കും. അപ്പോൾ 24 സ്റ്റിച്ച് കൗണ്ട് കിട്ടണം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. സോ ഡിക്രീസ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം. എന്നിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. 1 2 3 സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഡിക്രീസ്. ഡിക്രീസ് എപ്പോഴും ഇൻവിസിബിൾ ഡിക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഡിക്രീസ് ആണ്. അപ്പം മാക്സിമം അമിഗുറുമി പാറ്റേൺസിൽ ഈ ഒരു ടൈപ്പ് ഡിക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡിക്രീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് 13 ഫിനിഷ് ആയി 24 സ്റ്റിച്ചസ് ആണ് ടോട്ടൽ ഉണ്ടാവുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് കൗണ്ട് നിർബന്ധമാണ്. അത് എല്ലാ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എണ്ണി നോക്കണം. സ്റ്റിച്ച് കൗണ്ട് അമിഗുരുമിയിലായാലും ക്രോഷ്യയിലായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഷേപ്പ് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് ചിക്കൻ്റെ ഷേപ്പ് മെല്ലെ മെല്ലെ വരുന്നുണ്ടാവും. ഇനി നമുക്ക് സേഫ്റ്റി ഐസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 8mm സേഫ്റ്റി ഐസ് ആണ്. ഈ ബാക്കിൽ ടെയിൽ എൻഡ് കണ്ടില്ലേ, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ഞാൻ ബാക്കിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കുക. എന്നിട്ടാണ് ഫ്രണ്ട് സൈഡിൽ ഈ ഒരു 8mm ഐസ് ആഡ് ചെയ്യാറുള്ളത് കേട്ടോ. ഐസ് ഫ്രണ്ട് സൈഡും പിന്നെ അതിന്റെ ബാക്കിൽ സ്റ്റോപ്പർ ഉണ്ടാവും. അപ്പൊ ഇത് ആഡ് ചെയ്യാൻ ഈസിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് കൗണ്ട് ആണ് നോക്കേണ്ടത്. കറക്റ്റ് സ്റ്റിച്ച് കൗണ്ടിൽ സ്റ്റിച്ചിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ കറക്റ്റ് പൊസിഷനിൽ ഐസ് ആഡ് ചെയ്യണം. അപ്പൊ അത് എണ്ണി നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് സെന്ററിൽ വരുന്ന എവിടെ ഐ വരുന്ന രീതിയിൽ ഐന്റെ പൊസിഷനിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് വരുന്ന രീതിയിൽ നോക്കാം. 2, 4, 6, 7 സ്റ്റിച്ച് ഗ്യാപ്പിന്റെ ഇടയിലുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുക. ഫസ്റ്റ് സ്റ്റോപ്പർ ഇടാതെ ഈ ഒരു ഐസ് ഒന്ന് റൗണ്ട് മുകളിലും താഴത്തൊക്കെ ആക്കി വെച്ച് നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ കറക്റ്റ് വരുന്നത് നോക്കാം. നമുക്ക് എണ്ണി നോക്കാം കേട്ടോ. ഇതാണ് മാജിക് റിംഗ്. 1, 2, 3, 4, 5. അപ്പോൾ 6, 7. ഓക്കെ, അപ്പൊ റൗണ്ട് 7ന്റെയും റൗണ്ട് 8ന്റെയും ഇടയിലാണ് നോക്കുന്നത്. അതിന്റെ ഇടയിൽ സ്റ്റിച്ച് ക്യാപ്പ് പറയുമ്പോൾ 2, 4, 6. ഓക്കെ, 6 സ്റ്റിച്ച് ക്യാപ്പ് ആണ്. ഞാൻ നേരത്തെ വെച്ചത് ഞാൻ മാറ്റി 6 സ്റ്റിച്ച് ക്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഏത് ഡിഫറൻസിൽ ഇപ്പൊ എത്ര സ്റ്റിച്ച് ക്യാപ്പ് വെക്കുമ്പോഴാണ് ഏത് റൗണ്ടിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല വൃത്തി തോന്നുന്നത്. അപ്പൊ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് റൗണ്ട് 7 ആൻഡ് റൗണ്ട് 8ന്റെ സ്റ്റിച്ച് ക്യാപ്പിലും അതുപോലെ 6 സ്റ്റിച്ചസ് ലീവ് ചെയ്തിട്ടുമാണ് ഐസ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു പൊസിഷൻ എനിക്ക് കറക്റ്റ് ആയി തോന്നി. ഇനി ബാക്കിൽ സ്റ്റോപ്പർ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ പ്രസ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റ് എത്തുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കണ്ണ് നല്ല രീതിയിൽ വൃത്തിയിൽ നിൽക്കുള്ളൂ. കണ്ണ് ഫ്രണ്ട് സൈഡിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാനൊന്നും പാടില്ല. അപ്പൊ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ 2 ഐസും ഇതേപോലെ തന്നെ ടൈറ്റ് ആയിട്ട് സ്റ്റോപ്പർ ഇട്ടിട്ട് വെക്കുക. പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ബാക്കിൽ കണ്ടില്ല കുറച്ച് കണ്ണിന്റെ ബാക്ക് സൈഡ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേൺ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ ചെയ്യാൻ കഴിയുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ റൗണ്ട് 15 കണ്ടിന്യൂ ചെയ്യാണ്. റൗണ്ട് 15 എന്ന് പറയുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 1, 2 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസ്. ഫ്രണ്ട് ലൂപ്പ് സെലക്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ അത് വെൽവെറ്റ് ആയതുകൊണ്ടാണ് വലിയ സൈസ് ഹുക്കും അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. നമുക്ക് ധൃതിയൊന്നും വേണ്ട. മെല്ലെ ആസ്വദിച്ച് നല്ല രസത്തിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം ഇരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ക്രോഷ്യ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്രാഫ്റ്റ് ആണ്. മെല്ലെ മെല്ലെ ചെയ്തെടുത്താൽ മതി. ഓക്കെ, 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്ത് തുടങ്ങാം. ഡിക്രീസിന്റെ ഭാഗത്താണ് ശ്രദ്ധിക്കേണ്ടാവുക. കാരണം ഫ്രണ്ട് ലൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. റൗണ്ട് 15ഉം ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് മുതൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഷേപ്പ് മെല്ലെ മെല്ലെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിക്രീസും അതുപോലെ കറക്റ്റ് സ്റ്റിച്ച് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് തെറ്റാൻ പാടില്ല. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്ക് വരുത്തിയെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു വെൽവെറ്റ് ആണോണ്ട് ചെയ്യുമ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ റൗണ്ടിലും എണ്ണി നോക്കണം, കറക്റ്റ് സ്റ്റിച്ച് കൗണ്ട് ഉണ്ടോ നോക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ റൗണ്ട് 15 കംപ്ലീറ്റ് ചെയ്തു. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എണ്ണി നോക്കുക 18 സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുക. സോ ഇനി നമുക്ക് മെല്ലെ മെല്ലെ സ്റ്റഫ് ചെയ്ത് തുടങ്ങാം അല്ലേ. ഈ ഒരു പോർഷൻ ആകുമ്പോഴേക്കും സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി ഡിക്രീസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ പോളിഫൈബറോ കോട്ടനോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് അതെടുക്കാം.
സ്റ്റഫ് ചെയ്ത് മെല്ലെ മെല്ലെ എസ്പെഷ്യലി കണ്ണ് ആഡ് ചെയ്ത പാറ്റേൺസിൽ ഇങ്ങനെ സേഫ്റ്റി ഐസ് ആഡ് ചെയ്ത പാറ്റേണിൽ ഈ മുകളിൽ ആദ്യം സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഉണ്ടാവുമല്ലോ, ബാക്ക് പോർഷൻ സേഫ്റ്റി ഐസിൻ്റെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ണിൻ്റെ മുകളിലേക്ക് ആദ്യം സ്റ്റഫ് ചെയ്ത് കൊടുത്ത് അവിടെ ഫില്ലായതിന് ശേഷം കണ്ണിൻ്റെ താഴ്ഭാഗത്തേക്ക് സ്റ്റഫിങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അവിടെ കറക്റ്റ് ഫില്ലായി ഷേപ്പൊക്കെ ഫോം ചെയ്തിക്കണോ നോക്കാം. ഞാൻ ആദ്യം കണ്ടില്ല, കൈകൊണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് നീക്കി കൊടുക്കുന്നത്. സ്റ്റഫിങ് കാണുമ്പോൾ ഭയങ്കര ഒരു സിമ്പിൾ സ്റ്റെപ്പാണെന്ന് തോന്നിയാലും നമ്മുടെ ഏത് ഡോൾസിൻ്റെയും ഷേപ്പ് തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റഫിങ് എത്രത്തോളം സ്റ്റഫ് ചെയ്തു, എത്രത്തോളം ഷേപ്പിലാണ് സ്റ്റഫ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ഓവർ സ്റ്റഫ് ചെയ്യാനും അണ്ടർ സ്റ്റഫ് ചെയ്യാനും പാടില്ല, കറക്റ്റ് രീതിയിൽ സ്റ്റഫ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എത്ര ക്വാണ്ടിറ്റി സ്റ്റഫിങ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മെഷറിങ് ക്വാണ്ടിറ്റി ഒന്നുമില്ല. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ എവിടെയും സ്റ്റഫിങ് കുറവാണെന്നോ അല്ലെങ്കിൽ കൂടുതലാണെന്നോ തോന്നാത്ത രീതിയിൽ വേണം സ്റ്റഫ് ചെയ്യാൻ. അപ്പോൾ അതൊരു കഴിവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ സ്റ്റഫിങ് എന്ന സ്റ്റെപ്പും നല്ല ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ചെറിയ പോർഷൻസ് എടുത്ത് എല്ലാ സൈഡിലേക്കും നീക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഷേപ്പ് ഫോം ചെയ്യുള്ളൂ. എല്ലാവരുടെ അമിഗൂർമി പാറ്റേൺസും ഷേപ്പിന് ഡിഫറൻസ് വരാൻ കാരണം ഈ ഒരു സ്റ്റഫിങ്ങിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ സ്റ്റഫിങ്. സിമ്പിളാണ് തോന്നും, പക്ഷേ ഇതിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എല്ലാ ഭാഗവും ഇടയ്ക്കിടയ്ക്ക് നോക്കുക, സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷേപ്പ് കറക്റ്റ് ആയിക്കണോ, എവിടെയെങ്കിലും കുറവുണ്ടോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ബൾജ് ചെയ്ത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. അതൊക്കെ കൈകൊണ്ട് വിരലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്ത ഭാഗത്തേക്കൊക്കെ കറക്റ്റായി, ഇൻക്രീസ് എന്നാൽ കുറച്ച് സൈസ് കൂടുതൽ വരുന്ന ഭാഗമാണ്. മുകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കണ്ടില്ല താഴത്തേക്ക് സൈസ് കൂടി വരുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റഫ് ചെയ്യുമ്പോഴും ആ ഷേപ്പിനെ കളയരുത്. അപ്പോൾ സ്റ്റഫിങ്ങിൽ വേണം അത് റെഡിയാക്കി കൊണ്ടുവരാൻ കേട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് സ്റ്റഫിങ് ആയി തോന്നുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ഡിക്രീസും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റഫ് ചെയ്യാം. ഒന്ന് തൊട്ട് നോക്കി കുറവുണ്ടോ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. സോ റൗണ്ട് 16 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 6 ടൈംസ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഡിക്രീസും അതുപോലെ സിംഗിൾ ക്രോഷയും എണ്ണി കറക്റ്റ് നോക്കി ചെയ്യുക കേട്ടോ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അതും എണ്ണി നോക്കണം കേട്ടോ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തെറ്റുണ്ടെന്ന് തോന്നണം, ഇൻക്രീസ് വന്നു അല്ലെങ്കിൽ ഒരു 13 സ്റ്റിച്ചസ് വന്നു അല്ലെങ്കിൽ ഒരു 11 സ്റ്റിച്ചസ് വന്നു ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എവിടെയാണോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് റൗണ്ട് 16 നോക്കാം. അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ റൗണ്ട് മുഴുവൻ ഊരിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ കുറേ സമയം മിസ്റ്റേക്ക് വരുന്ന ഭാഗം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ആ റൗണ്ട് ഊരാം, എന്നിട്ട് എഗെയിൻ ഫ്രഷ് ആയിട്ട് ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെയും സ്റ്റിച്ചസ് കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സോ മെല്ലെ മെല്ലെ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്സ് യൂസ് ചെയ്തിട്ട് ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ 6 ടൈംസ് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ ഈ റൗണ്ടിൽ ലാസ്റ്റ് ഡിക്രീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. 12 സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് എണ്ണി നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ടില്ല കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ക്ലേ മോഡലിംഗ് പോലെ തന്നെയാണ് കേട്ടോ സ്റ്റഫിങ്. നമ്മുടെ കൈ കൊണ്ട് ഉള്ളൊരു കഴിവും ഇതിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റഫിംഗ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം റൗണ്ട് 17 സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗിൾ ക്രോഷേ ഡിക്രീസ് 6 ടൈംസ് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി എല്ലാ 12 സ്റ്റിച്ചിലും ഇൻവിസിബിൾ ഡിക്രീസ്, ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യുക കേട്ടോ.
സോ ഫൈനലി നമ്മുടെ എല്ലാ ഡിക്രീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പോർഷൻ ഫുള്ള് തീർന്നു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ടൈലൻഡ് നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വർക്കിംഗ് ലൂപ്പ് പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ഒരു ടൈലൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യണം. ഷേപ്പൊക്കെ നല്ല ഭംഗിയിൽ വന്നു. സ്റ്റഫിങ് ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പം തന്നെ കാണാൻ കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലിംഗ് കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ക്യൂട്ട്നെസ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു ടൈലൻഡ് നല്ല ആ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഞാനൊരു പ്ലാസ്റ്റിക് ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു ഐ കുറച്ചും കൂടി വലുതായിരിക്കും, എന്നാലാണ് ഇത്ര വലിയ സൈസ് ആണ് അതിൻ്റെ ഉള്ളിലൂടെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം എടുത്തിട്ടാണ് ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. താഴത്തുനിന്ന് മുകളിലേക്ക് എടുക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അമിഗുർമി ബോൾ എന്ന പാറ്റേണിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ താഴത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. 6 സ്റ്റിച്ചസ് ആണ് ലാസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുക. ആ ഒരു 6 സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ വേണം യാൺ ഇങ്ങനെ എടുക്കാൻ കേട്ടോ. 6 സ്റ്റിച്ചും കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വലിക്കുക. ആ ഹോള് ക്ലോസ് ചെയ്യുന്ന ഈ രീതിയിൽ വലിച്ചെടുക്കാം. എന്നിട്ട് സെൻറ്ററിലൂടെ നീഡിൽ കൊണ്ടുപോയി എവിടെയാണോ ഫസ്റ്റത്തെ ടൈലൻഡ് ഉള്ളത് അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് വലിക്കുക കേട്ടോ. ഇനി ഈ 2 ടൈലൻഡും നന്നായിട്ട് കെട്ടിട്ടിട്ട് ഈ 2 ടൈലൻഡിൻ്റെയും ബാക്കി ഭാഗം കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റഫിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയി ഹൈഡ് ചെയ്യുക കേട്ടോ. ഇവിടെ തന്നെ കട്ട് ചെയ്യരുത്. ഇത് ടൈലൻഡ് കംപ്ലീറ്റ്ലി ഈ ഒരു ബോഡിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് എസ്പെഷ്യലി ഈ ഒരു വെൽവെറ്റിയാണ് ആയതുകൊണ്ട് അത് ഊരി പോന്ന് ഈ കെട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ വട്ടം, ഒരു 3-4 വട്ടെങ്കിലും സ്റ്റിച്ച് ക്യാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റിച്ച് ക്യാപ്പിലൂടെ എടുക്കാം. 3-4 വട്ടം ചെയ്യണം കേട്ടോ. കോട്ടൺ യാണിനെക്കാട്ടിലും ശ്രദ്ധിക്കണം വെൽവെറ്റിയാണ്. ഇത് ഈ ഒരു വെൽവെറ്റി നേച്ചർ ഇങ്ങനെ ഊരി പോരും. നിങ്ങൾ കണ്ടില്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഊരി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ടൈലൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷോർട്ട് ടൈൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിലേക്ക് ആക്കാം കേട്ടോ. കുറച്ചുകൂടി വലിയ ഹോളുള്ള നീഡിലെടുത്താലാണ് നമുക്ക് ഈസി ആയിട്ട് ഇത്ര കട്ടില്ല യാണൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ ഷേപ്പ് പോകുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ടൈലൻഡും ഞാൻ മാക്സിമം അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഹൈഡ് ചെയ്യാൻ നോക്കുകയാണ്. പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ വലിച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. വെൽവെറ്റിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ നൂലിങ്ങനെ പോകുന്നോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കൂടുതൽ ഈ ബോഡീൻ്റെ മുകളിലുണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിൻ റോളർ വെച്ചിട്ടൊന്ന് ബോഡി ഫുള്ള് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരി പോകാൻ വേണ്ടിയിട്ട്. സോ ബോഡി കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടും മുകളിലൊരു ഓവൽ ഷേപ്പും ആയിട്ടാണ് നിൽക്കുക കേട്ടോ. ഇനി നമുക്ക് വിങ്സ് ചെയ്യാം. വിങ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മാജിക് റിംഗ് ആണ്. സിമ്പിൾ പാറ്റേൺ ആണ് കേട്ടോ. ഒരു റൗണ്ട് മാത്രമുള്ള പാറ്റേൺ ആണ്. മാജിക് റിംഗിൻ്റെ ഉള്ളിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ദെൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, ദെൻ 1 ഡബിൾ ക്രോഷ്യ. ഇനി വീണ്ടും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ. ഒരു ചെറിയൊരു വിങ്സ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് മാജിക് റിംഗിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായതുകൊണ്ട് ലൂസാക്കിയിട്ട് ചെയ്യണം. എന്നാലാണ് ഈ ഒരു ടൈലൻഡ് വലിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കും. ലൂസാക്കി ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. വിങ്സിൻ്റെ പാറ്റേൺ ആണല്ലോ, അപ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പി സ്റ്റിച്ചസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. 2 വിങ്സ് ചെയ്തെടുക്കാം, സെയിം പാറ്റേൺ തന്നെ. എന്നിട്ട് ഈ ഒരു ടൈലൻഡ് കുറച്ച് ലെങ്ത്തിലിട്ടിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു വിങ്സ് 2 സൈഡിലും ബോഡിൻ്റെ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ വർക്കിംഗ് ലൂപ്പ് പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഞാൻ രണ്ടാമത്തെ വിങ്സും ചെയ്യാൻ പോവാണ്. മാജിക് റിംഗ് ചെയ്തു, ശ്രദ്ധിച്ച് ചെയ്യുക. കുറച്ച് ലൂസ് ആക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. 1 സിംഗിൾ ക്രോഷ്യ, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ. ഇത് ലാസ്റ്റ് സ്റ്റിച്ച് ആണ്. രണ്ടാമത്തെ വിങ്ങും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ.
ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ടെയിലിൻ്റെ വലിച്ചു കഴിഞ്ഞാൽ മാജിക് റിങ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പം ഇതും കുറച്ച് ടെയിലിൻ്റെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് വിങ്സും റെഡിയായി. ഇനി ഈ രണ്ട് വിങ്സും രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്യണം. കുറച്ച് പാർട്സ് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാനുള്ളൂ കേട്ടോ. രണ്ട് വിങ്സും പിന്നെ താഴെ രണ്ട് ലെഗും, ഈ രണ്ട് പാറ്റേൺസ് മാത്രമേ അറ്റാച്ച് ചെയ്യുന്ന വരുന്നുള്ളൂ. അങ്ങനെ രണ്ട് വിങ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നേരത്തെ ഞാൻ യൂസ് ചെയ്ത നീഡിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്യുക കേട്ടോ. ഐ ലെവൽ കണക്കാക്കിയിട്ടാണ് വിങ്സ് വെച്ച് കൊടുക്കുന്നത്. രണ്ട് വിങ്ങും ഒരേ റൗണ്ടിൻ്റെ സ്റ്റിച്ച് ക്യാപ്പിൽ തന്നെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് രണ്ട് സൈഡും അതുപോലെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു ടെയിലിൻ്റെ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഐ ലെവലിൻ്റെ നേരെ താഴെയുള്ള റൗണ്ടിലാണ് കേട്ടോ ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് തുടങ്ങാം. ഇത് റൗണ്ട് 8ൻ്റെയും റൗണ്ട് 9ൻ്റെയും സ്റ്റിച്ച് ഗ്യാപ്പാണ് കേട്ടോ വരിക. ഇപ്പൊ ഞാൻ മാജിക് റിങ്ങിന്റെ ഉള്ളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വലിക്കണം. എന്നാൽ മാത്രമേ അതവിടെ അധികം ലൂസ് ആവാതെ ഈ ഒരു ടൈറ്റിൽ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴൊക്കെ, ഈ ഒരു ഡോള് യൂസ് ചെയ്യുമ്പോഴൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, കറക്റ്റ് പൊസിഷൻ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു സൈഡിൽ വെച്ചിട്ടും. കണ്ടില്ലേ, ഈ ഒരു കണ്ണിൻ്റെ അവിടുന്നും 2 or 3 സ്റ്റിച്ച് ക്യാപ്പ് വിട്ടിട്ടാണ് വിങ്സ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിച്ച് ക്യാപ്പും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സൈഡിലെ വിങ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഇതേ പൊസിഷനിൽ ഇതേ റൗണ്ടിൻ്റെ സ്റ്റിച്ച് ക്യാപ്പിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടെയിലിൻ്റെ ഞാൻ ഒരു സൈഡിലേക്ക് ബാക്കിലോട്ട് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു മാജിക് റിങ്ങിൻ്റെ ടെയിലൻറ്റും ഞാൻ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹെഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ടെയിലൻ്റ് ഒക്കെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയിൽ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യരുത്. വെൽവെറ്റിയാണ്, പ്രത്യേകിച്ച് അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂലിങ്ങനെ പോയി അത് ഫുള്ള് ഊരി പോരും കേട്ടോ. ഓക്കെ, ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇനി കെട്ടിട്ടിട്ട് കുറേ പ്രാവശ്യം സ്റ്റിച്ച് ക്യാപ്പിലൂടെ എടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സൈഡിലും ഇതേ പൊസിഷനിൽ തന്നെ 3 സ്റ്റിച്ച് ക്യാപ്പ് വിട്ടിട്ട് റൗണ്ട് 8ൻ്റെയും റൗണ്ട് 9ൻ്റെയും സ്റ്റിച്ച് ഗ്യാപ്പിൽ ഈ ഒരു രണ്ടാമത്തെ വിങ്സും ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് നീഡിൽ ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം സ്റ്റീൽ നീഡിൽ തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാവുക. അപ്പോൾ ഏത് നീഡിലായാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വലിയ സൈസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, റൗണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ട് കണ്ണിൻ്റെ അവിടുന്ന് ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണോ വിങ്സ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയോടെ ഇരിക്കും ഡോൾ ഉണ്ടാവുക. അപ്പം ഇത് രണ്ടും ശ്രദ്ധിച്ച് നോക്കി വീണ്ടും ചെക്ക് ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. നോട്ട് ഇടുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഊരി എടുത്തിട്ട് വീണ്ടും ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ 1-2 വട്ടം കൂടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കി അത് കറക്റ്റ് ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഈ വിങ്സ് ഒന്നുകൂടി ചെയ്തെടുത്തിട്ട് വേണ്ടി വരും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചെയ്ത് അവിടെ കുറച്ച് വൃത്തിയിടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ കറക്റ്റ് ആണോ, രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. നേരത്തെ ചെയ്ത വിങ്സ് ജോയിൻ ചെയ്ത പോലെ തന്നെയാണ് ഇതും ജോയിൻ ചെയ്യുന്നത്. 3 സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടെയിലൻ്റ് വരുന്ന ഭാഗം ബോഡിയിൽ അറ്റാച്ച് ചെയ്യുക, ദെൻ മാജിക് റിങ് വരുന്ന ഭാഗം അറ്റാച്ച് ചെയ്യുക, പിന്നെ ഇതുപോലെ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് ഉണ്ടാവും അതും അറ്റാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ 3 സ്റ്റിച്ചിലൂടെയാണ് ടോട്ടലി ഈ ഒരു ജോയിനിങ് ചെയ്യുന്നത്. ഈ ജോയിൻ ചെയ്ത സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്കിലൂടെ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ക്യാപ്പിൽ കൊണ്ടുവരാം കേട്ടോ. ടൈറ്റായിട്ട് വലിക്കണം. ടൈറ്റായിട്ട് വലിച്ചാൽ മാത്രമാണ് അത് വൃത്തിയിൽ നിൽക്കുള്ളൂ. ഇനി ഈ ഒരു വിങ്ങിൻ്റെ മാജിക് റിങ്ങിൻ്റെ അവിടെ ടെയിലൻറ്റും ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ
ചെക്ക് ചെയ്ത് നോക്കുക. ഒരേ സൈഡിലാണോ, രണ്ടും നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടോ, ഒരേ പൊസിഷൻ ആണോ, എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് വീണ്ടും 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 നോക്കണം. ജോയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടെയിലൻ്റെ ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ടൈറ്റ് ആയിട്ട് നോട്ട് ഇട്ടിട്ട് ഈ ടെയിലൻസ് എല്ലാം ബോഡിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യുക കേട്ടോ. 2, 3, 4 എത്ര പ്രാവശ്യം ബോഡിയിലൂടെ കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും വട്ടം കൊണ്ടുപോയി അതെല്ലാം ഹൈഡ് ചെയ്യുക കേട്ടോ. മാക്സിമം കൊണ്ടുപോകണം. വെൽവെറ്റ് ആകുമ്പോൾ നോർമൽ കോട്ടനെക്കാട്ടിലും കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു നോട്ട് ഇടും, എന്നിട്ട് വീണ്ടും ഒരു ഡബിൾ നോട്ട് ഇടും കേട്ടോ. ഇങ്ങനെ ഇട്ടാലാണ് കുറച്ചും കൂടി ഒരു ടൈറ്റ് ആയിട്ട് ആ നോട്ട് ഫോം ചെയ്യുള്ളൂ. 2 സൈഡും ഒരേപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 4 ടെയിലൻസ് ഉണ്ട്. ഈ 4 ടെയിലൻസിനെയും നേരത്തെ ചെയ്ത പോലെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ തന്നെ കട്ട് ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ടെയിലൻസ് കംപ്ലീറ്റ്ലി ഈ ഒരു ബോഡിൻ്റെ ഉള്ളിൽ, സ്റ്റഫിങ്ങിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് കാണാം. അങ്ങനെ എല്ലാ ടെയിലൻസും ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടോ നോക്കാം. നമ്മൾ ഹൈഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നീഡിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഓറഞ്ച് കളർ വെൽവെറ്റിയാണ് വെച്ചിട്ട് 2 ലെഗ് ചെയ്തെടുക്കണം. എല്ലാം സെയിം കാറ്റഗറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് സൈസ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓറഞ്ച് കളർ ചേഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ ലെഗ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മാജിക് റിംഗ് 6 സിംഗിൾ ക്രോഷേ. മാജിക് റിംഗിൽ ചെയ്യുമ്പോൾ ലൂസ് ആക്കിയിട്ട് ചെയ്യട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കാരണം ഇവിടെയും മാജിക് റിംഗിന്റെ ടെയിലൻഡ് വലിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയണം. ലൂസ് ആക്കിയിട്ട് 6 സിംഗിൾ ക്രോഷേ ചെയ്യാട്ടോ. 1 2 3 4 5 6. ഓക്കെ, ഇനി ടെയിലൻഡ് മെല്ലെ വലിക്കുക അല്ലേ. കുറച്ച് ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ടെയിലൻഡ് പുള്ള് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. കുറച്ച് ലെങ്തി ടെയിലൻഡ് ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഇത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിന് കണ്ടിട്ടുള്ള ടെയിലൻഡ് വിട്ടാൽ മതി കേട്ടോ. ഒരു 3 സ്റ്റിച്ച് നമുക്ക് തുന്നിയെടുക്കാൻ ഉണ്ടാവുള്ളൂ. ഇതേ പാറ്റേൺ തന്നെ നെക്സ്റ്റ് ലെഗും ചെയ്തെടുക്കാം കേട്ടോ. മാജിക് റിങ് ചെയ്യാം, ലൂസ് ആക്കിയിട്ട് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. 1 2 3 4 5 6. ടെയിലൻഡ് വലിക്കുക, ക്ലോസ് ചെയ്യുക. നന്നായിട്ട് ക്ലോസ് ചെയ്യണം, ഹോള് പാടില്ല കേട്ടോ. അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടെയിലൻഡ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടെയിലൻഡ് ഒന്നും വേണ്ട കേട്ടോ, കാരണം കുറച്ച് സ്റ്റിച്ച് മാത്രമാണല്ലോ നമുക്ക് തുന്നിയെടുക്കാനുള്ളത്. അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ളൊരു ടെയിലൻഡ് ലീവ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇത് ഹൈഡ് ചെയ്യാനുള്ളൊരു ടെയിലൻഡ് കേട്ടോ. അപ്പോൾ ഈ മാജിക് റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഒരു 2 ലെഗും അറ്റാച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാജിക് റിങ്ങിന്റെ റൗണ്ടിന്റെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിലോട്ട് ആക്കരുത്. ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ലെഗ് കാണൂല. ആ ലെഗിന്റെ ചെറിയൊരു കളർ കാണുമ്പോഴാണ് ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. കണ്ടില്ല, മാജിക് റിങ് ബാക്കിലുണ്ട്. അപ്പം അതിനെ കണക്കാക്കിയിട്ട് ഈ ഒരു പിന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ പൊസിഷൻ മാറിപ്പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെഗും ഇതുപോലെ പിന്ന് വെച്ച് പൊസിഷൻ ചെയ്തിട്ട് ജോയിൻ ചെയ്താലും മതി കേട്ടോ. രണ്ടും ഒരേപോലെ 2 സൈഡിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. ഫസ്റ്റ് മാജിക് റിങ്ങിന്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് 2 3 സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അല്ലെങ്കിൽ ഈ ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, ആ 6 സിംഗിൾ ക്രോഷ്യ മുഴുവനായിട്ടും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 6 സിംഗിൾ ക്രോഷ്യ മുഴുവനായിട്ട് ജോയിൻ ചെയ്യണം എങ്ങനെ കാണിക്കാം. നേരത്തെ വിങ്സിൽ താഴത്തുള്ള ഭാഗം മാത്രമാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു 6 സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ മുകളിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ജോയിൻ ചെയ്യുന്നത് ഭയങ്കര ടൈറ്റായിട്ട് വലിക്കരുത്. ആ വി സ്റ്റിച്ച് ഇങ്ങനെ പുറത്തേക്ക് കാണണം കേട്ടോ. അപ്പോൾ ചെറിയൊരു തോതിൽ ടൈറ്റ് ആക്കിയാൽ മതി, നല്ല ടൈറ്റ് ആക്കരുത്. നല്ല ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ലെഗിൻ്റെ ലാസ്റ്റ് ആ റൗണ്ടിൽ ഫോം ചെയ്ത വി സ്റ്റിച്ച് ഉള്ളിലേക്കായി പോകും ബോഡിൻ്റെ. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ ഒരു മീഡിയം ടൈറ്റ്നെസ് കേട്ടോ. നല്ല ലൂസ് ആക്കാനും പാടില്ല, നല്ല ടൈറ്റ് ആക്കാനും പാടില്ല. ആ രീതിയിൽ ഈ ഒരു 6 സ്റ്റിച്ചസും 6 സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചസും ജോയിൻ ചെയ്തെടുക്കാം. ചെറിയൊരു കേർവ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. റൗണ്ടിൽ ഇങ്ങനെ വരണം. അല്ലേ, ഞാൻ നന്നായിട്ട് വലിക്കുന്നില്ല, ചെറിയൊരു തോതിൽ അവിടെ ജോയിനിങ് ആയി എന്ന് കണ്ട ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. 6ാമത്തെ സ്റ്റിച്ചിലെത്തി. ഇനി ഏതെങ്കിലും ഒരു റാൻഡം സ്റ്റിച്ചിലൂടെ കൊണ്ടുവരാം കേട്ടോ. നേരത്തെ കണ്ടില്ല, ഏതെങ്കിലും സ്റ്റിച്ചിലൂടെ സെലക്ട് ചെയ്താൽ മതി, ബാക്ക് പോർഷനിലാക്കിയിട്ട് കൊണ്ടുവരാം. ഇനി ഈ ഒരു ടീലൻറ്റും ആ ഒരു സെയിം സ്റ്റിച്ച് ക്യാപ്പിൽ കൊണ്ടുവരാം കേട്ടോ. പിന്നൊക്കെ മാറ്റി കൊടുക്കാം. മാജിക് റിങ്ങിൻ്റെ അവിടെയുള്ള ടീലൻറ്റും നീഡിലൂടെ എടുത്തിട്ട് നേരത്തെ കൊണ്ടുവന്ന സെയിം സ്റ്റിച്ച് ക്യാപ്പിലേക്ക് തന്നെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഓരോ ജോയിനിങ് കഴിയുമ്പോഴും ഫ്രണ്ട് വ്യൂ നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓവർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുക്കാം, എന്നാലാണ് ആ വി സ്റ്റിച്ച് നമുക്ക് പുറത്തേക്ക് കാണുള്ളൂ കേട്ടോ. എനിക്ക് ആ വി സ്റ്റിച്ച് കാണണം, എനിക്ക് അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വൃത്തിയിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ വി ബോർഡർ പോലെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. സോ ഇതേപോലെ തന്നെ മാജിക് റിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് 2ാമത്തെ ലെഗും അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ ആദ്യമേ 2 സൈഡിലും ലെഗ് അറ്റാച്ച് ചെയ്ത് പൊസിഷൻ ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് സൈഡ് പുറത്തേക്ക് ആക്കിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷ്യക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉണ്ട്. സിംഗിൾ ക്രോഷ്യൻ്റെ ഫ്രണ്ട് സൈഡ് ആവണം പുറത്തേക്ക് വെക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചെറിയ ഡീറ്റെയിലിംഗ് ആണ്, പക്ഷേ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മുടെ പെർഫെക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 100% പെർഫെക്ഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നേരത്തെ ജോയിൻ ചെയ്ത പോലെ തന്നെ റൗണ്ടിലായി ജോയിൻ ചെയ്യാം. 6 സിംഗിൾ ക്രോഷ്യം സെലക്ട് ചെയ്തിട്ട് മുകളിലൂടെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൗണ്ടിലൂടെ അങ്ങനെ വന്ന് ഓപ്പോസിറ്റ് സൈഡിലെത്തും കേട്ടോ. ഈ 2ാമത്തെ ലെഗ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കുക, ഒരു സൈഡിലേക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതൊരു മിഡിലേക്കായോ എന്നൊക്കെ നോക്കുക. മാജിക് റിങ്ങിൻ്റെ 2 സൈഡിലാവണം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് 2 സൈഡിൽ ലെഗ് നിൽക്കുന്ന പോലെ വേണം. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അഥവാ ഒന്ന് പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഊരി എടുത്തിട്ട് ചെയ്യാം. നോട്ട് ഇടുന്നതിന് മുന്നേ, അതുപോലെ ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഞാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഈ സ്റ്റിച്ചിനെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ ലെഗിലും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നീഡിൽ കൊണ്ടുപോയിട്ട് ഈ ലെഗിൻ്റെ ടെയിലിൻ്റെ ഫസ്റ്റ് എവിടെയാണോ കൊണ്ടുപോയത് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകാം കേട്ടോ.
അപ്പോഴാണ് അത് വൃത്തിയിൽ അവിടെ നിൽക്കുള്ളൂ. ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓരോ പാട്ടിലെത്തുമ്പോഴും ഞാൻ അതിൻ്റെ കറക്റ്റ് എല്ലാ ഡീറ്റെയിലിങ്ങും പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ഫോളോ ചെയ്താൽ ഈ ഒരു ഭംഗിയുള്ള ചിക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഊരെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റിച്ച് ജോയിൻ ചെയ്യുമ്പോഴും ഫ്രണ്ട് വ്യൂ നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ചെറിയ രീതിയിൽ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡോള് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ജോയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയൊരു ബീക്ക് ആഡ് ചെയ്യണം. ക്രോഷ്യ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു 2 ലൈന് എംബ്രോയ്ഡറി ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ലെഗിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ ഞാൻ ബീക്കിനും കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ചെറിയൊരു ബ്ലഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിലിങ് മാത്രമാണ് ഇനി ചെയ്യുന്നത്, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറ് ആണ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 ഐൻ്റെയും കറക്റ്റ് സെൻറ്റർ ഭാഗം ഏതാ നോക്കുക കേട്ടോ. ആ സെൻറ്ററിൽ തന്നെ ഈ ഒരു യാണ് കൊണ്ടുവരണം. കറക്റ്റ് സെൻറ്ററിൽ ചെയ്താലാണ് ആ ബീക്ക് അവിടെ കാണുമ്പോൾ ഭംഗി ഉണ്ടാവുക കേട്ടോ. കറക്റ്റ് 2 ഐൻ്റെയും സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഒരു ഐൻ്റെ അവിടുന്ന് ഒരു സ്റ്റിച്ച് ലീവ് ചെയ്തിട്ടുള്ളൊരു ഗ്യാപ്പാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ഓപ്പോസിറ്റിലുള്ള ഐൻ്റെയും ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 1.5 സ്റ്റിച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുവരാം. തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒന്നും കൂടി ഊരെടുത്തിട്ട് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ചെയ്ത് നോക്കാം. ഞാൻ ഒരു വട്ടം ചെയ്തു, രണ്ടാമത്തെ വട്ടം തുന്നിയെടുത്തു. ചെറിയ ഡോളല്ല, അപ്പം നമുക്ക് ചെറിയൊരു തിക്നെസ് മതി, കൂടുതൽ തിക്നെസ് കൊണ്ടുവരരുത്. നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടി ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വട്ടം ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന ആ ഒരു സ്റ്റിച്ച് ക്യാപ്പിലേക്ക് ടൈലൻഡ് കൊണ്ടുപോകും. 2 3 മാക്സിമം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ഇതിൽ കൂടുതൽ ചെയ്യരുത്. ഇതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ വീതിയിൽ നല്ല കട്ടിയിൽ നിൽക്കുന്ന പോലെ ആവരുത്, ചെറിയൊരു ബീക്ക് മതി. യെസ്, കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈലൻഡൊക്കെ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കാം. ഡബിൾ നോട്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഡബിൾ നോട്ടൊക്കെ കഴിഞ്ഞാൽ 2 ടൈലൻഡും ഒരു 3-4 പ്രാവശ്യം ഹെഡിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. സോ ഞാൻ അതെല്ലാം ഹൈഡ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഈ ഒരു വെൽവെറ്റ് യാണോട് ചെയ്യുമ്പോൾ ഒരുപാട് നൂലുകൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ലിൻഡ് റോളർ കയ്യിലുണ്ടെങ്കിൽ ഫുള്ളൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോൾ നല്ലൊരു വൃത്തിയിലാവും കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് സെയിം കാറ്റഗറി യാണിൻ്റെ തന്നെ പിങ്ക് കളർ യാണ് യൂസ് ചെയ്തിട്ട് 2 കണ്ണിൻ്റെയും സൈഡിൽ ഞാനൊരു ബ്ലഷ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെറിയൊരു യാണ് കട്ട് ചെയ്ത് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സ്റ്റീൽ നീഡിൽ യൂസ് ചെയ്യാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ നീഡിലും യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക്കും യൂസ് ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഈ ഒരു സ്റ്റീൽ നീഡിലാണ്. കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാവുക ഇതിനാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ഒരു റൗണ്ട് താഴെയാണ് ഈ ഒരു ബ്ലഷ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ സ്റ്റിച്ച് മതി, ചെറിയൊരു കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒറ്റ സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് ക്യാപ്പിൽ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നേരെ കണ്ണിൻ്റെ എക്സാക്ട് താഴെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുപോവുക. കറക്റ്റ് കണ്ണിൻ്റെ മിഡിൽ പോർഷനിലുള്ള പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് സൈഡിലേക്ക് കൊണ്ടുപോവുക കേട്ടോ. ഈ ഒരു പിങ്ക് വന്നപ്പോഴന്നെ ആ ഒരു ഡോളിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ. നേരത്തെ കാണാനും നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഈ ഒരു ബ്ലഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും കാണാൻ. ഇനി ടൈലൻഡ് നേരത്തെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡബിൾ നോട്ട് ഇടുക. 3-4 പ്രാവശ്യം ഹെഡിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ നൂലൊക്കെ ഇങ്ങനെ പോരുന്നത് കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൽവെറ്റ് യാണിലുള്ളതാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടൈലൻഡ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ടൈലൻഡ് ഹൈഡ് ചെയ്യുന്നൊരു ഭാഗമാണ്. ബ്ലഷ് ആഡ് ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്.
ഒരുപാട് വലിയ പ്രൊഡക്റ്റ് അല്ലാതെ ഇതുപോലത്തെ ചെറിയ പ്രൊഡക്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലാസ്റ്റ് എത്തിട്ടോ. ഇത് ലാസ്റ്റ് ഈ ഒരു യാൺ ടെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് ഈ ഒരു ഡോളിനെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഈ 2 കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇതിൽ ഏറ്റവും മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും പറയാം. അപ്പോൾ ഓക്കെ, ബൈ.